ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പം തന്നെ 5:28 നമ്മളെ വണ്ടിയിൽ ഇന്ന് 126 പോയിൻ്റായിട്ടാണ് കാണിക്കുന്നത്. വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ ആ ഭാഗത്തു നിന്നാണ് കേട്ടോ ആൾ വരിക. ഈ രാത്രി ആയതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ആളെ ഇറക്കി പള്ളിയിൽ പോയി നിസ്കരിച്ച് സ്റ്റാൻഡിലേക്ക് പോകാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം സമയം 5:50 ആയിട്ടോ. സ്റ്റാൻഡിലെ ഫസ്റ്റ് വണ്ടി നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ എടുക്കണ നമ്പറോടെ എഴുതി വെക്കണം കേട്ടോ. ഇന്നും ആദ്യം വന്നത് ഞാനാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഞങ്ങളെ മൊത്തം പോയ ഓട്ടത്തിൻ്റെ ലിസ്റ്റ് കേട്ടോ. ഓരോ ഡേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം വരുന്ന വണ്ടികളോടെ എഴുതി വെക്കും. 6:16 ആകുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി കേട്ടോ. 3.9 ആണ് നമ്മൾ ഓടിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമുക്ക് പുറകിലാണെങ്കിൽ നമ്മൾ പോവുകയാണ്. നമ്മൾ സ്റ്റാൻഡ് May 23 ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി കേട്ടോ. ഒരു ഓർഗനെയും കൊണ്ട് വന്നതാണ്. 300 രൂപേൻ്റെ ഓട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാലിച്ചായ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഇതിൽ ഓട്ടത്തിൻ്റെ ഇടയിൽ കണ്ടതാണ് കേട്ടോ. നമ്മളൊരു കണ്ടെയ്നർ ലോറി ഒന്നായിട്ട് അവിടെ മറിഞ്ഞിടക്കുന്നുണ്ട്. പോലീസ് ഫയർഫോഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിനാണ്, ആർക്കും വലിയ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. എന്താണ് സ്ഥിതി എന്നറിയില്ല. എന്തായാലും ആ ഭാഗത്ത് റോഡ് കുറേ നേരം ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്ക് വന്നപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടി വന്ന കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. സമയം 10:20 ആയിട്ടോ. നമ്മൾ 1 മണിക്കൂറോളം കുറച്ച് നമ്മുടേതായ കാര്യങ്ങളിലൊക്കെ ഇടവഴുകി പോയി. പിന്നെ അതിന് ശേഷമാണ് പിന്നെ സ്റ്റാൻഡ് വന്ന് ഇപ്പോൾ ഒരു 150 രൂപേൻ്റെ ഓട്ടം കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോകും, ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇറങ്ങുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് മീനൊക്കെ വാങ്ങാൻ വിചാരിച്ചു. വലിയ കുഴപ്പമില്ലാത്തൊരു മീൻ തന്നെയാണ് ഞാനൊന്ന് വാങ്ങിയത്. അപ്പോൾ നമ്മളത് മുറിക്കുന്ന തിരക്കാണ്. നമ്മളൊരു 50 രൂപേൻ്റെ ഓട്ടം കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഒരു വല്യമ്മയും ഈ ചായ വെക്കുന്നത് കണ്ടിട്ടോ. ഇവരിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇതുപോലെ കാണാം. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഇവർ ഒരു പക്ഷേ ഇങ്ങനെ റോഡ് സൈഡിൽ ചായയും ഇതൊക്കെ വെക്കേണ്ടി വരുന്നത്. എന്തായാലും അവിടെ പോയിട്ടൊരു ചായ കുടിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ പാർട്ടി ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സമയം 5 മണിയായി കേട്ടോ. 5 മണി പറഞ്ഞാൽ നമ്മൾ നേരത്തെ 10 മണിയാകുമ്പോൾ വണ്ടി സൈഡാക്കി. പിന്നെ 12 മണിയാകുമ്പോൾ കേട്ടോ ഇറങ്ങിയത്. 12-12:30 ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്റ്റാൻഡിലേക്ക് വന്ന ഒരു കുറഞ്ഞ ഓട്ടം ഓടിയിട്ടുള്ളൂ. 100-120 രൂപേൻ്റെ ഓട്ടം ഓടിയിട്ടുള്ളൂ. അപ്പം തന്നെ 1:30-2 മണിയായി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെ ചെറിയ വിരുന്നുകാർ വരൽ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പോകാൻ കഴിച്ചിട്ടില്ല. ഇപ്പോൾ 4:30 ആകുമ്പോൾ വീണ്ടും ഇറങ്ങി ഒരു 70 രൂപേൻ്റെ ഓട്ടം ഓടി. അപ്പോൾ തൊട്ട വേക്ക് തന്നെ നമ്മൾ മറ്റൊരു കസ്റ്റമറുകൾ വിളിച്ച് വീണ്ടും ആ 70 രൂപേൻ്റെ തന്നെ പോയിന്റിലേക്ക് വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ ഫീൽഡിൽ നമുക്ക് നമ്മളെ ഫാമിലീൻ്റെ ഒപ്പം പരമാവധി യൂസ് ചെയ്യാൻ കഴിയുന്നു. പക്ഷേ നമ്മളെ ആ സമയത്ത് പണിയൊക്കെ നമുക്ക് മിസ്സാവും. എന്നിരുന്നാലും നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു സന്തോഷങ്ങളാണ്. കുറേ പൈസ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സുഹൃത്തിനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. ഇന്നലെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഉറങ്ങിപ്പോയതെന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അവിടെ പോയി നോക്കിയാൽ അറിയാം. ഇവിടെ ഇതൊക്കെ ഒരു ഓർമ്മയാണ്. ഇവിടെ ഒരു വർക്ക്, പിന്നെ ഇവിടെ ഒരു വർക്ക് അല്ലേ. അപ്പോൾ ഞങ്ങളെ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞ് നിൽക്കണം അവിടെ കുത്തിരിക്കുന്നു. സമയം 5:30 കേട്ടോ. സാധാരണ നല്ല തിരക്കുണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇനിയിപ്പോൾ 2 വണ്ടിയാണ് ഉള്ളത്. ബാക്കി വണ്ടികളൊക്കെ ഓട്ടം പോയതാണ്. അതുപോലെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാനുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ആംബുലൻസിൽ പോണ ഒരു ഡ്രൈവർ കൂടിയാണ്. അതായത് ആംബുലൻസിൽ എമർജൻസി ഓട്ടം ഉണ്ടാകുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് പോകും. അപ്പോൾ ഇവനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും കേട്ടോ ആ സമയത്ത്. അതായത് വലിയ ഓട്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് അധികവും ഞങ്ങൾ തന്നെ ആയിരിക്കും പോവുക. പിന്നെ അധികം ചെറിയ ഓട്ടങ്ങളാണ് ഈ പുള്ളിക്കാരൻ പോകുക. കാരണം ലോങ്ങിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അന്നേരം തൊട്ട ബാക്കിലുള്ള വണ്ടിക്കാരനാണ് പോവുക. അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഓടുന്ന ഒരു ഡ്രൈവറാണ് കേട്ടോ. ഈ ആളെ ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഈ നാട്ടിലുള്ളൊരു ഇതാണ് ശ്രീകൃഷ്ണപുരം അമ്പലം എന്നാണ് പറയട്ടോ. റോഡിൻ്റെ അവസ്ഥയൊക്കെ പറയുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. ഇങ്ങോട്ട് ഓട്ടം കിട്ടുന്നതിൽ ലാഭം കിട്ടാതിരിക്കുകയാണ്. കാരണം 40 രൂപേൻ്റെ ഓട്ടം ഉണ്ടാവുക. ആ 40 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു 50 രൂപയിലധികം മെയിൻ്റെനൻസും എല്ലാം പാടെ വരുന്നുണ്ടാവും. ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീകൃഷ്ണപുരം അമ്പലം. ഫൈനലി നമ്മൾ 5 കിലോമീറ്ററിൻ്റെ ഒരു ഓട്ടം കൂടി വന്നിട്ടോ. ഇതിൽ ഇനി 32 കാണുന്നത്. നമ്മൾ സ്റ്റാൻഡിലേക്ക് 5 പോയി കഴിഞ്ഞാൽ
അവിടുന്ന് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം ഒക്കെ പാടെ കണക്കാക്കുമ്പോൾ ഇനി നമുക്ക് വല്ലാതെ ഓടാൻ കഴിയില്ല കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഒരു കയറ്റുണ്ട്. അപ്പോൾ ഇതിൽ 20 പോയിൻ്റ് കാണുമ്പോഴാണ് ഞാനിത് വണ്ടി സൈഡാക്കാറ്. ആ 20 കഴിഞ്ഞൊരു 15 കയറ്റം കയറുകയാണെങ്കിൽ ആ കയറ്റത്തിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്, ഒരു ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് വണ്ടി നമുക്ക് നിർത്തണമെങ്കിൽ എന്താ പറയുക, പിന്നെ വേറൊരു വണ്ടി ഈ കെട്ടി വലിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം. അപ്പോൾ ഞാനെപ്പോഴും 20-ൻ്റെ താഴോട്ടാവാനാണ്, മുകളിലോട്ട് ആവുന്ന സമയത്ത് തന്നെ ഞാൻ വണ്ടി സൈഡാക്കല്. അപ്പോൾ ഇന്നത്തെ ഓട്ടം നമ്മൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇന്ന് കിട്ടിയ കണക്കും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ പിന്നീടുള്ള ഈ വീഡിയോ ഞാൻ രാത്രിയാണ് കേട്ടോ എടുത്തത്. വണ്ടി ചാർജിങ്ങിലായിരുന്നു അന്നേരം. 1300 രൂപേൻ്റെ പണി ഇന്നെടുത്തു. എന്നാൽ ഇത് നമുക്ക് 200 റുപ്യൻ്റെ അടുത്ത് ഫുഡിന് ചിലവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1200, അതിൻ്റെ പകുതിയാണ് ശരിക്കും നമ്മൾ കൂലിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. 550 രൂപേൻ്റെ പണിയാണ് ഇന്നെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ഇവിടെ വരും.